ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും എപ്പോഴും ചോദിക്കുന്നതാണ് സിലബസ് വൈസ് ഏതൊക്കെ SCERT പാഠഭാഗങ്ങൾ പഠിക്കണം, ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓരോ ടോപ്പിക്കായിട്ട് ഏതൊക്കെ SCERT പാഠഭാഗങ്ങൾ പഠിക്കാം എന്ന് ചെയ്തു തരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അപ്പോൾ ആ ഇടുന്ന വീഡിയോ അനുസരിച്ച് നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റും. ഇന്ത്യ ചരിത്രത്തിൽ ഏതൊക്കെയാണ്, കേരള ചരിത്രത്തിൽ ഏതൊക്കെയാണ്, അങ്ങനെ. അപ്പൊ ഇന്ന് നമ്മൾ ഇന്ത്യ ചരിത്രത്തില് 10th പ്രിലിംസിനും മെയിൻസിനും വേണ്ടിയിട്ട് 2 പരീക്ഷയ്ക്കും വേണ്ടിയിട്ട് മൊത്തത്തില് ഏതൊക്കെ SCERT പാഠഭാഗങ്ങളാണ് പഠിക്കേണ്ടത് എന്നാണ് നോക്കാൻ പോകുന്നത്. നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നിലവിലുള്ള 10th പ്രിലിംസിന്റെ സിലബസ് ആണ് ഈ തന്നിരിക്കുന്നത്. അതിൽ മൊഡ്യൂൾ 3യിലാണ് ഇന്ത്യ ചരിത്രം വരുന്നത്. അതിൽ നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങള് ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ തുടങ്ങിയവ. ഇതാണ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമുക്ക് പ്രിലിംസിന് പഠിക്കേണ്ടത്. ഇനി മെയിൻസിലേക്ക് വരുമ്പോൾ ഇന്ത്യ രാഷ്ട്രീയ ചരിത്രം, ബ്രിട്ടീഷ് ആധിപത്യം, ഒന്നാം സ്വാതന്ത്ര്യ സമരം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം, സ്വദേശി പ്രസ്ഥാനം, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, വർത്തമാന പത്രങ്ങൾ, സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്തെ സാഹിത്യവും കലയും, സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും, ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം, സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന, ശാസ്ത്ര വിദ്യാഭ്യാസ സാങ്കേതിക മേഖലയിലെ പുരോഗതി, വിദേശ നയം. ഇതാണ് മെയിൻസിന്റെ സിലബസ്. അപ്പൊ ഇത് ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഏതൊക്കെ SCERT പാഠഭാഗങ്ങൾ പഠിക്കണമെന്ന് നോക്കാം. ആദ്യമായിട്ട് 7th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ചാപ്റ്റർ 3 ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും. ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും. അപ്പൊ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ടോപ്പിക്സ് നമ്മുടെ ചാനലില് പ്രിലിംസിനെയും മെയിൻസിനെയും ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. VFA അതുപോലെ ബെഫ്കോ LD എന്ന് പറഞ്ഞിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിന്റെ എക്സ്പ്ലനേഷൻ കാണാൻ വേണ്ടി പറ്റും. അടുത്തതായി പഠിക്കേണ്ടത് 7th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് 4ാമത്തെ ചാപ്റ്റർ ഇന്ത്യ പുതുയുഗത്തിലേക്ക്. ഇന്ത്യ പുതുയുഗത്തിലേക്ക്. അടുത്ത 7th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ചാപ്റ്റർ 9 ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും. ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും. 10th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ചാപ്റ്റർ 4 ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും. ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും. 10th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ചാപ്റ്റർ 5 സംസ്കാരവും ദേശീയതയും. സംസ്കാരവും ദേശീയതയും. 10th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ചാപ്റ്റർ 7 സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ. 10th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ചാപ്റ്റർ 6 സമരവും സ്വാതന്ത്ര്യവും. സമരവും സ്വാതന്ത്ര്യവും. അപ്പൊ ആകെ 7 ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പഠിക്കേണ്ടതായിട്ടുള്ളത്. അപ്പൊ ഇത് 10th പ്രിലിംസിനെയും മെയിൻസിനെയും ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ +2 മെയിൻസ്, ഡിഗ്രി മെയിൻസ്. +2 മെയിൻസിനും ഡിഗ്രി മെയിൻസിനും നമുക്ക് 10ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ കൂടാതെ +1 +2നെ ബേസ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളും കൂടെ വേണം. +1 +2 ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് ബുക്കുകളും കൂടെ വേണം. അപ്പോൾ നിങ്ങൾ +2 മെയിൻസിനും ഡിഗ്രി മെയിൻസിനും ആദ്യം ഇത്രയും ഈ തന്നിരിക്കുന്ന ലിസ്റ്റിലുള്ള അത്രയും തന്നെ പഠിക്കാം. ബാക്കി +1 +2 ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് പഠിക്കേണ്ടത് എന്ന് വഴി വീഡിയോ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, അപ്പൊ ഇന്ന് ഇന്ത്യ ചരിത്രത്തിൽ ഏതൊക്കെ പാഠഭാഗങ്ങളാണ് പഠിക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് ടെലഗ്രാം ചാനലിൽ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. വീണ്ടും കാണാം. താങ്ക്